ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മളിവിടെ അധ്യാത്മരാമായണത്തിലെ സ്തുതികളും ഉപദേശങ്ങളും ആണ് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞത്. ആരംഭത്തിൽ അധ്യാത്മരാമായണം മൂലത്തിലെ വ്യാസകൃതമായ മംഗളാചരണമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത്. തുടർന്ന് അവിടെ വളരെ ആദരപൂർവം ഒരു സ്തുതി എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ പരമേശ്വരനോട് പാർവതി സംസാരിക്കുന്ന ഭാഗമുണ്ട്. അവിടെ അത്യന്ത ഗോപ്യമായതും ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കും എന്നുള്ളതുകൊണ്ട് രാമചരിതം തനിക്ക് കേൾക്കാനിടയാവണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അനന്തരമാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത്. മഹേശ്വര പ്രോക്തമായിട്ട്, ഉമാമഹേശ്വര സംവാദരൂപമായിട്ട്. അതിൽ രാമായണാന്തർഗതമായി ആദ്യം നമുക്ക് ലഭിക്കുന്നത് സ്തുതി, ബ്രഹ്മാവ് ചെയ്യുന്ന സ്തുതിയാണ്. ഭൂഭാരം അസഹ്യമായി സകല ദേവതകളും ഭൂമിദേവിയോടുകൂടെ ചെന്ന് മഹാവിഷ്ണുവെ സ്തുതിക്കുന്നതാണ് വാസ്തവത്തിൽ അധ്യാത്മരാമായണത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ആദ്യത്തെ നമുക്ക് ലഭിക്കുന്ന സ്തുതി. നമുക്കതിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കാം. അധികം വിസ്തരിച്ചാൽ നമ്മൾ 2-3 ശ്ലോകത്തിലേ ഇരിക്കുള്ളൂ ആകെ ഈ ഒരാഴ്ച. സാമാന്യം ഒരർത്ഥം മനസ്സിലാക്കി പോവാം. നോക്കൂ, അവിടെ സകല ദേവതാഗണങ്ങളും ഭൂമിദേവിയോട് ചേർന്ന്, അവിടെ ഭൂമിദേവി ഗോരൂപത്തെ ധരിച്ചതാണ്. ഗോവിൻ്റെ രൂപത്തെ ധരിച്ച ഭൂദേവിയാണ്. എല്ലാം ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ അവർക്ക് മുമ്പാകെ മഹാവിഷ്ണു പ്രകടനായി. അങ്ങനെ ഭഗവാന്റെ പ്രാകട്യമുണ്ടായ സമയത്ത് ബ്രഹ്മാവ് ചെയ്യുന്ന സ്തുതിയാണ്. നോക്കൂ, ബ്രഹ്മോവാച നതോസ്മി തേ പദം ദേവ പ്രാണബുദ്ധീന്ദ്രിയാത്മഭി യച്ഛിന്യതേ കർമ്മപാശാത് ഹൃദി നിത്യം മുമുക്ഷുഭിഃ മായയാ ഗുണമയ്യാ ത്വം
സൃജസ്യവസി ലുംപസി ജഗത്തേന നതേ ലേപ ആനന്ദാനുഭവാത്മനഃ തഥാ ശുദ്ധിർന ദുഷ്ടാനാം ദാനാധ്യയന കർമ്മഭിः ശുദ്ധാത്മതാ തേ യശസി സദാ ഭക്തിമതാം യഥാ അതസ്തവഘ്രിർമേ ദൃഷ്ടി തദ്ദോഷ അപനുത്തയേ സദ്യോന്തർഹൃദയേ നിത്യം മുനിഭി സാത്വതൈർവൃതഃ. ഇവിടെ സാമാന്യം ദീർഘമായൊരു സ്തുതിയാണ്. ഈ സ്തുതി എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് കിളിപ്പാട്ടിൽ തർജ്ജമ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ആ സ്തുതിയുടെ മൂലം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശ്യം ഇവിടെ ഈ ഒരു പ്രാവശ്യം ഒത്തുകൂടുമ്പോൾ. നതോസ്മിതേ പദം ദേവ, ഹേ ദേവ. ദേവശബ്ദത്തിന് ദ്യോതിപ്പിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, പ്രകാശിക്കുന്നവൻ, അങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദേവശബ്ദത്തിന് 4 അർത്ഥങ്ങളാണ് പ്രസിദ്ധം. യാസ്കൻ തൻ്റെ നിരുക്തത്തിൽ ദേവശബ്ദത്തിൻ്റെ ഈ 4 അർത്ഥങ്ങളെയും ഒന്നിച്ച് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ദ്യോതനാദുവ, ദീപനാദുവ, ദാനാദുവ, ദിവിഭവോവ ദേവ. ഇങ്ങനെയാണ്. സ്വയം പ്രകാശിക്കുന്നത് കൊണ്ട് ദേവൻ. 2 പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ദേവൻ. അപ്പോൾ സർവപ്രപഞ്ച പ്രതിഭാസങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ. 3 ദാനാത് ദേവ, ദാനം ചെയ്യുന്നത് കൊണ്ട് ദേവൻ എന്ന് വെച്ചാൽ അർത്ഥം സകല പ്രതിഭാസങ്ങൾക്കും പിന്നിൽ അഗ്നിക്ക് ഉഷ്ണത നൽകി, സൂര്യന് താപപ്രകാശങ്ങൾ നൽകി എന്ന് വേണ്ട സകല പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും പിന്നിൽ അതത് മഹിമയെ നൽകുന്ന എന്നുള്ള അർത്ഥമാണ് ദാനശബ്ദത്തിന് വരിക. അതോടൊപ്പം ദിവിഭവോവ, ദ്യോവിൽ വസിക്കുന്നവൻ. ദ്യോവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയാകാശത്തിൽ ആത്മഭാവേന വസിക്കുന്നവൻ. അഥവാ സർവപ്രപഞ്ചത്തിനും ഉപരിഭാഗത്തിൽ ദ്വിലോകത്തിൽ നിവസിക്കുന്നവൻ. ഇങ്ങനെ 4 അർത്ഥങ്ങൾ യാസ്കൻ നമ്മളെ ഓർമ്മിപ്പിക്കും. ഈ ദേവശബ്ദം വെച്ചുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. ഹേ ദേവ, നതോസ്മി തേ പദം, തേ പദം നതഃ അസ്മി. നിന്റെ പദത്തെ, നിന്റെ കാലിനെ ഞാൻ നമിച്ചവനാകുന്നു. പദമെന്നുള്ളതിന് പദം, നാമം, പാദം, സ്ഥാനം, അനേക അർത്ഥങ്ങളുണ്ട് പദശബ്ദത്തിന്. പദ്യതേ ഇത് പ്രാപിക്കപ്പെടുന്നത് എന്ന്. ഇപ്പം ഇവിടെ നമുക്ക് സ്വീകാര്യമായത്, ഏറ്റവും സ്വീകാര്യമായത് നമ്മൾ മലയാളത്തിൽ പാദം അല്ലെങ്കിൽ കാല് എന്ന് പറയുന്നതാണ്. നിന്റെ കാലുകളെ ഞാൻ നമസ്കരിച്ചവനാകുന്നു. എങ്ങനെ? പ്രാണബുദ്ധീന്ദ്രിയാത്മഭി. പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയം തുടങ്ങിയവയാൽ എന്ന് വെച്ചാൽ തൻ്റെ സമ്പൂർണ്ണ കരണങ്ങളെ കൊണ്ടും. സ്ഥൂല ശരീരത്തെ കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. സകല കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും പ്രാണങ്ങളെ കൊണ്ടും ഞാനിതാ നമസ്കരിക്കുന്നു. സർവോപരി ബുദ്ധിശബ്ദത്തിന് അവിടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. സമ്പൂർണമായ എൻ്റെ അന്ധകരണത്തെ കൊണ്ടും മനസ്സിനെ കൊണ്ടും ഞാൻ നമസ്കരിക്കുന്നു. അപ്പം സകല കരണങ്ങളെ കൊണ്ടും
ഞാൻ നമസ്കരിച്ചവനാകുന്നു. എങ്ങനെയുള്ളതാണ് നിന്റെ പാദം? അതാണ് പറയുന്നത്, യച്ഛിന്യതേ കർമ്മപാശാത് ഹൃദി നിത്യം മുമുക്ഷുഭി. നിത്യം മുമുക്ഷുഭി ചിന്യതേ. നിത്യവും മുമുക്ഷുക്കളാൽ ചിന്തിക്കപ്പെടുന്നത്. എവിടെ ചിന്തിക്കപ്പെടുന്നത്? ഹൃദി. ഹൃദയത്തിൽ തൻ്റെ അന്ധകരണങ്ങളിൽ മുമുക്ഷുക്കളാൽ, മോക്ഷേച്ഛുക്കളാൽ നിത്യവും ചിന്തിക്കപ്പെടുന്ന യാതൊരു ഭഗവത് പാദമുണ്ടോ അതിനെ ഞാൻ നമിക്കുന്നു, അതിനെ നമസ്കരിച്ചവനാകുന്നു. അവിടെ വിശേഷിച്ച് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ പദം കർമ്മപാശാത് എന്നുള്ളതാണ്. കർമ്മപാശം കൊണ്ട്, കർമ്മപാശത്തിൽ നിന്ന്, കർമ്മപാശം കൊണ്ടാണല്ലോ എല്ലാ ജീവജാലങ്ങളും അതത് ഭാവത്തെ പ്രാപിച്ച് നിലകൊള്ളുന്നത്. ദേവയോനി മുതൽക്ക് മനുഷ്യയോനിയാവട്ടെ, ഇനി തിര്യഗ്യോനികളാകട്ടെ, സകല യോനികളും കർമ്മബദ്ധരായിട്ടായിരിക്കുന്നത്. അപ്പോൾ കർമ്മബദ്ധരായിരിക്കുന്ന സകലരും തന്നെ ഈ അതിൽ നിന്ന് മോചനത്തിന്, അതാണ് എവിടുന്ന് മുമുക്ഷുത്വം, കർമ്മപാശത്തിൽ നിന്ന് മോചനത്തിനായി ഇച്ഛിക്കുന്ന സകലരാലും ഹൃദയത്തിൽ ചിന്തിക്കപ്പെടുന്നത് ഏതൊരു പാദമാണോ അങ്ങനെയുള്ള ഭഗവാന്റെ പാദത്തെ ഞാനിതാ നമസ്കരിച്ചവനാകുന്നു എന്ന് തുടക്കത്തിൽ തന്നെ നമസ്കാരക്രിയ ചെയ്തു. എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ? മായയാ ഗുണമയ്യാത്വം സൃജസ്യവസി ലുംപസി ജഗത്തേന തേ ലേപ ആനന്ദാനുഭവാത്മനഃ. ഗുണമയ്യാ മായയാ എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ടതാണ്. അധികം വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല, സാമാന്യ അർത്ഥം മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും അതിവിശദമായ വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടി വരും. ഇപ്പം ഗുണമയിയായ മായയാൽ, മായ എന്ന് പറയുമ്പോൾ പരമാത്മാവിൻ്റെ അനന്യശക്തിയാണെന്ന് മനസ്സിലാക്കുക. അനന്യയും അഭിന്നയുമായ ശക്തിക്കാണ് മായ എന്ന് പറയുന്നത്. അപ്പം അനന്യയും അഭിന്നയുമാണെങ്കിൽ പിന്നെ എങ്ങനെയാ വേർതിരിച്ചൊരു വ്യക്തിത്വം ഉണ്ടാവുക? ചോദ്യം. മറുപടി, പരമാത്മാവിൽ നിന്ന് വേർതിരിച്ച വ്യക്തിത്വം മായയ്ക്കില്ല. അതുകൊണ്ടാണ് അനന്യ അഭിന്ന എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ അപ്പോൾ മാത്രമാണ് മായയെ വേർതിരിച്ച് പറയുന്നത്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ഏറ്റവും ലളിതമായൊരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, ഒരാൾ പറഞ്ഞു എനിക്ക് തീ കൊണ്ട് പൊള്ളി എന്ന് പറഞ്ഞു. തീ കൊണ്ട് പൊള്ളി. വേറൊരാൾ പറഞ്ഞു തീയിൻ്റെ ചൂട് കൊണ്ട് പൊള്ളി. ഏതാ ശരി? രണ്ടും ശരിയാ. തീ കൊണ്ട് പൊള്ളി എന്ന് പറഞ്ഞാലും ശരിയാണ്, തീയുടെ ചൂട് കൊണ്ട് പൊള്ളി എന്ന് പറഞ്ഞാലും ശരിയാണ്. പക്ഷേ പൊള്ളുക എന്നുള്ള ക്രിയയെ അപേക്ഷിച്ച് മാത്രമാണ് തീയുടെ ചൂട് എന്ന് വേർതിരിച്ച് പറയുന്നത്, അല്ലാണ്ട് പറയില്ല. കാരണം ചൂടില്ലാതെ തീയുമില്ല, തീയില്ലാതെ ചൂടുമില്ല. അപ്പോൾ അനന്യങ്ങളാണ്, അഭിന്നങ്ങളാണ്. അഗ്നിയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല ചൂടിനെ. അഭിന്നമാണ്, അനന്യമാണ്. എങ്കിലും പൊള്ളുക എന്നുള്ള ക്രിയയുടെ അപേക്ഷയിൽ മാത്രമാണ് നമ്മൾ വേർതിരിച്ച് പറയുന്നത്. ഇതേപോലെ പരമാത്മാവിൽ നിന്ന് അഭിന്നയും അനന്യയുമാണ് മായ. എന്നാൽ സൃഷ്ടി, സ്തുതി, സംഹാരം തുടങ്ങിയ വ്യവഹാരങ്ങളെ പരിഗണിക്കുമ്പോൾ മായയെ വേർതിരിച്ച് പറയും. അപ്പോൾ അങ്ങനെയുള്ള മായയാ, എങ്ങനെയുള്ള മായയാ?
ഗുണമയ്യ, ഗുണമയിയായ മായയാൽ. ഗുണമയി എന്ന് പറഞ്ഞാൽ സത്വ രജ സ്തമോ ഗുണമയി. മയി എന്ന് പറയുമ്പോൾ ചേർന്നവൾ എന്നർത്ഥം. എന്തിനോട് ചേർന്നവൾ? സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങളോട് ചേർന്നവൾ. അങ്ങനെയുള്ള മായയാ ത്വം നീ സൃജസി അവസി ലുംബസി, സൃജസി സൃഷ്ടിക്കുന്നു, അവസി പാലിക്കുന്നു അഥവാ രക്ഷിക്കുന്നു, ലുംപസി വിലയിപ്പിക്കുന്നു. ഇപ്പം സകല പ്രപഞ്ചത്തിൻ്റെയും പ്രകടീകരണം, ആവിർഭാവം നീ മായയാൽ ചെയ്യുന്നു. സകല പ്രപഞ്ചത്തിൻ്റെയും രക്ഷണം നീ മായയാൽ ചെയ്യുന്നു. സകല പ്രപഞ്ചത്തിൻ്റെയും തിരോഭാവവും നിന്നാൽ തന്നെ ചെയ്യപ്പെടുന്നതാണ്. അതാണ് എങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ, സീറ്റ് ഒഴിഞ്ഞു കിടക്കണ്ടേ. എങ്ങനെ? മായാശക്തിയാൽ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു ശാസ്ത്രത്തിൽ നമ്മൾ മായ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലും മായാവി സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. മായാരഹിതമായിട്ട് മായാവിയില്ല. ചിന്തിക്കുക. വേദാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അത്യന്ത വിചിത്രവും അത്യന്ത കുശല ശില്പികൾക്ക് പോലും നിർമ്മിക്കാൻ അസാധ്യവുമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ സർവജ്ഞമായ പരമാത്മാവാണ് കാരണം എന്നുള്ളതാണ് വേദാന്തത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വീക്ഷണം. അവിടെ പരമാത്മാവാണ് എന്ന് പറഞ്ഞാലും മായയാണെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ട്? പരമാത്മാവിൻ്റെ അനന്യ അഭിന്ന ശക്തിവിശേഷമാണ് മായ. അത് ഓർമ്മിപ്പിക്കാനാണ് നിന്റെ അനന്യശക്തിയാൽ നീ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നു, സ്ഥിതിപാലനം ചെയ്യുന്നു, സംഹരിക്കുന്നു. എന്നാൽ ഇത്തരം ക്രിയ കൊണ്ട് പരമാത്മാവിൽ എന്തെങ്കിലും ന്യൂനതയോ ബന്ധനമോ ഉണ്ടാകുന്നുണ്ടോ? അതില്ല. അതാണ് പറയുന്നത് തേന ന തേ ലേപഹ. ഈ ക്രിയ കൊണ്ട്, തേന അതിനെ കൊണ്ട്, സൃഷ്ടിസ്ഥിതി സംഹാരരൂപമായ ക്രിയ കൊണ്ട് ന ലേപഹ, നിനക്ക് യാതൊരു ലേപവും ഉണ്ടാവുന്നില്ല, കർമ്മത്താൽ ബാധിക്കപ്പെടുന്നില്ല. ഒരേ സമയം കർത്താവും അകർത്താവുമായിരിക്കുന്ന മഹിമയാണ്. ചിന്തിക്കുക. ഈ ഒരൊറ്റ തത്വം മനസ്സിലാക്കിയാൽ പരമാത്മാവിൽ സകല കർത്തൃത്വവും ഉള്ളപ്പോഴും ഒരു കർത്തൃത്വവുമില്ല എങ്കിൽ ഇതറിയുന്ന താൻ അനന്യഭാവത്തിൽ ഗ്രഹിക്കുമ്പോൾ എല്ലാ പണികളും ചെയ്യുമ്പോഴും താൻ ഒന്നും ചെയ്യുന്നില്ല. ഒരേ സമയത്ത് വ്യാപാരങ്ങളുടെ മധ്യത്തിലും അതേ സമയത്ത് വ്യാപാര ബാഹ്യനായും കഴിയുന്നത് ഏകമായ ഭാവമാണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് കഴിയാൻ സാധിക്കും. അതാണ് ഗുണമയിയായ മായയാൽ ഈ ജഗത്തിൻ്റെ സർജനവും രക്ഷണവും തിരോഭാവവും എല്ലാം സംഭവിപ്പിക്കുമ്പോഴും അതിനാൽ നീ ലേപനം ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ആനന്ദാനുഭവാത്മനഃ, ആനന്ദാനുഭവാത്മാവായ നിനക്ക് ലേപമുണ്ടാവുന്നില്ല. സദാ തൻ്റെ സ്വരൂപം ആനന്ദം, ആ ആനന്ദ സ്വരൂപത്തിൽ വിലയിച്ചു കഴിയുന്നവനാണ് നീ.
ഇതാണ് ശ്രദ്ധേയമായ ആശയം. തൻ്റെ സ്വരൂപാനന്ദത്തിൽ കഴിയുന്ന അതേ സമയത്ത് ഗുണമയ്യായ മായയാൽ എല്ലാ വ്യാപാരങ്ങളെയും ചെയ്യുന്ന ഈ രണ്ടും ചേർന്നതാണ് നിൻ്റെ സ്വരൂപം ഹേ ഭഗവൻ. അതുകൊണ്ട് അപ്പം ചോദ്യം, അങ്ങനെയാവുമ്പോൾ സാമാന്യമായിട്ട് ലോകത്തിൻ്റെ സ്ഥിതി എന്താ? ലോകസ്ഥിതി പറയുന്നു, തഥാ ശുദ്ധിർന ദുഷ്ടാനാം ദാനാധ്യയന കർമ്മഭിഃ ശുദ്ധാത്മതാ തേ യശസി സദാ ഭക്തിമതാം യഥാ. അങ്ങനെ ഇരിക്കെ ദുഷ്ടാനാം, ദുഷ്ടന്മാർക്ക്, ആരാ ദുഷ്ടന്മാർ? ദുഷിച്ചവർ, വിവിധങ്ങളായ പാപവാസനകളോടൊത്തവർ, മലിനമായ അന്ധകരണത്തോടൊത്തവർ, അങ്ങനെയുള്ള ജനങ്ങൾക്ക് ദാന അധ്യയന കർമ്മങ്ങളെ കൊണ്ടും ശുദ്ധി കാണപ്പെടുന്നില്ല. അപ്പം ദാനം, അധ്യയനം, കർമ്മം എന്നിവ ചെയ്യരുത് എന്നല്ല, എപ്പോഴും ചെയ്യണം എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം എന്ന് ഗീതാകാരൻ ഉപദേശിക്കുന്നത് നമുക്ക് പഠിക്കാം. യജ്ഞം, ദാനം, തപസ് ഇവയെ ഉപേക്ഷിക്കരുത്, ഇവ മനുഷ്യരെ പരിശുദ്ധമാക്കുന്നതാണ് എന്ന്. എങ്കിൽ പോലും ദുർജനങ്ങൾക്ക് ഈ യജ്ഞാധ്യയന കർമ്മം കൊണ്ടൊന്നും വലിയ മാറ്റം വരുന്നില്ല എന്നാണ് പറയണത്. അങ്ങനെ പറയാൻ പറ്റുമോ? ദുർജനങ്ങൾ സജ്ജനങ്ങളാവണം. ആ സജ്ജനമാവാനുള്ള മാർഗം ഇതൊക്കെ തന്നെയാണ്, ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ഭക്തിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടി, ഭക്തിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടി പറയാണ്, തേ യശസി ഭക്തിമതാം യഥാ ശുദ്ധാത്മത തഥാ ന ദൃഷ്ട എന്ന്. നിന്റെ മഹിമയിൽ ഭക്തന്മാരായിരിക്കുന്നവർക്ക് എത്ര ശുദ്ധാത്മത കാണപ്പെടുന്നുണ്ടോ അത്ര ദാന അധ്യയന കർമ്മങ്ങളിൽ വ്യാപരിച്ചാലും ദുഷ്ടജനങ്ങൾക്ക് കാണപ്പെടുന്നില്ല. അർത്ഥം മനസ്സിലാക്കുക. ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആത്യന്തികമായ ദൃഷ്ടിയിൽ ജ്ഞാനം, ഭക്തി ഇതൊന്നും വ്യത്യസ്തമല്ല, എല്ലാം ഏകരൂപമാണ്. ജ്ഞാനമൊന്ന് വേറെ, ഭക്തിയൊന്ന് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കർമ്മമൊന്ന് വേറെ, അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഓരോ സാധനാ പദ്ധതിയിലും ഓരോ മാർഗത്തിലും മുന്നോട്ട് പോകുന്ന സാധകരെ സംബന്ധിച്ച് അതത് മാർഗമാണ് ശ്രേഷ്ഠം എന്നുള്ള കാഴ്ചപ്പാട് നൽകും. അപ്പം ഇവിടെ ഭക്തിമാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക് ഭക്തിമാർഗത്തിൽ കൂടുതൽ പ്രോത്സാഹനവും പ്രവൃത്തിയും നൽകാൻ വേണ്ടി ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പറയും. അതേ ആചാര്യൻ ഇപ്പുറത്ത് വേദാന്ത വിചാരം ചെയ്യുന്ന സമയത്ത് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും. അവിടെ വിരുദ്ധത നമ്മൾ ആചാര്യനിൽ കാണരുത്. യഥാധികാരമാണ് ഉപദേശം. അപ്പം ഇവിടെ ഈ അധ്യാത്മരാമായണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിസൂക്ഷ്മമായ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രൂപത്തിലാണ് ഈ സ്തുതി പോകുന്നത്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, ദാനമധ്യയനം, കർമ്മം തുടങ്ങിയവ കർത്തവ്യം തന്നെയാണെങ്കിലും ഭക്തിമാർഗത്തിൽ പോകുന്നവർക്കുള്ള മഹിമയൊന്നും ദുഷ്ടജനങ്ങൾക്ക് കാണുന്നില്ല എന്ന്. അപ്പോൾ ദുഷ്ടജനങ്ങൾ ദാനാധ്യയന കർമ്മങ്ങളെ കൊണ്ട് സജ്ജനാവില്ലേ? ആവും. അപ്പം ഭക്തി ഉണ്ടാവും.
ശുദ്ധമായ ഭക്തി വന്നു കഴിഞ്ഞാലോ, ശുദ്ധമായ ഭക്തി വന്നു കഴിഞ്ഞാൽ മഹിമയായി, മഹത്വമായി. അതാണ് ശുദ്ധാത്മത. ശുദ്ധഭാവം ആർക്കാ കാണപ്പെടുന്നത്? തേ യശസ്സി ഭക്തിമതാം. നിന്റെ യശസ്സിൽ ഭക്തിയോടൊത്തവർക്ക്, നിന്റെ മഹിമയിൽ ഭക്തിയോടൊത്തവർക്ക് കാണപ്പെടുന്നത് പോലെ ശുദ്ധാത്മത. ദാനാധ്യയന കർമ്മങ്ങളിൽ വ്യാപൃതരായാൽ പോലും ദുഷ്ടജനങ്ങൾക്ക് കാണപ്പെടുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം അവിടെ വിരോധമില്ലാതെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ സാധനാ മാർഗത്തിൽ വിരോധം വരും. അത് ശ്രദ്ധിക്കുക. വ്യക്തമാണോ പറഞ്ഞത്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതസ്തവഘ്രിർമേ ദൃഷ്ട ചിത്തദോഷാപനുത്തയേ സദ്യോന്തർഹൃദയേ നിത്യം മുനിഭി സാത്വതൈവൃതഃ. അവിടെ അതഹ അതുകൊണ്ട് എന്നുള്ളതിന് പ്രത്യേകിച്ചൊരർത്ഥം എടുക്കണം എന്ന് തോന്നുന്നില്ല. ഏതായാലും എന്നുള്ളൊരർത്ഥം പറഞ്ഞാൽ മതി. അതഹ അതുകൊണ്ട് എന്നാണ് വാക്കിനർത്ഥം. തവ അംഗൃഹി ദൃഷ്ട മേ, നിന്റെ കാല് എന്നാൽ കാണപ്പെട്ടുവല്ലോ. മേ ദൃഷ്ട, എന്നാൽ കാണപ്പെട്ടു, എനിക്ക് കാണപ്പെട്ടു. ദൃഷ്ട എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടു. എന്ത് കാണപ്പെട്ടു? തവ അംഗൃഹി, നിന്റെ പാദം. ഭഗവത് ദർശനം ഉണ്ടായി. ഭഗവത് ദർശനത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മാനിക്കുക ഭഗവാന്റെ പാദത്തെയാണ്. ഇപ്പോൾ ഗുരുനാഥന്മാർ, ആചാര്യശ്രേഷ്ഠന്മാരായാലും ഇനി ഉപാസ്യ ദേവതകളായാലും നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക പാദത്തിനാണ്. കാരണം അവിടെയാണ് നമ്മുടെ നമസ്കാര ആദി ക്രിയകളെല്ലാം വരുന്നത്. ഇല്ലേ? അതുകൊണ്ട് ദേവതകളുടെ പാസ്പോർട്ട് സൈസൊന്നും ചിത്രങ്ങളാരും വരച്ചത് കണ്ടിട്ടില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ദേവതകളുടെ ചിത്രങ്ങളിലൊക്കെ പാദം ഉണ്ടാവും. പാദമാണ് മുഖ്യം. അല്ല, ആരെങ്കിലും അങ്ങനെ വരച്ച് കാണലുണ്ടില്ലേ? ഉണ്ട്. ഇപ്പോൾ പുതിയ കാലത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ശരിയുണ്ട്. ശിവനും പാർവതിയൊക്കെ നിൽക്കുന്നത് വയറിൻ്റെ മുകളിലുള്ള ചിത്രമൊക്കെ കാണലുണ്ട്. അതൊക്കെ മോഡേൺ ചിത്രങ്ങളാണ്, പുതിയതാ. ധ്യാനത്തിനനുസരിച്ച് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും ദേവതാ ചിത്രങ്ങളൊന്നും പാദമില്ലാത്തത് പതിവില്ല. അതുപോലെ തന്നെയാണ് മഹാത്മാക്കളുടെ ചിത്രങ്ങൾ നമ്മൾ വയ്ക്കുമ്പോഴും പാദത്തോട് കൂടിയ ചിത്രമാണ് നമ്മൾ മാനിക്കുന്നത്. കാരണം പാദമാണ് പ്രധാനം. അപ്പം നിന്റെ പാദം ഞാൻ കണ്ടുവല്ലോ. പാദഹ മേ ദൃഷ്ട. ഇതെന്തിനുപകരിക്കും? ചിത്തദോഷാപനുത്തയെ, അന്ധകരണത്തിൻ്റെ ദോഷങ്ങൾ, മനോമാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ ഇത് കാരണമാകുന്നു. അപ്പം താത്പര്യം, ഞാൻ ധന്യനായിരിക്കുന്നു. നിന്റെ പാദം എന്നാൽ കാണപ്പെട്ടുവല്ലോ. അന്ധകരണത്തിൻ്റെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതിനായി കൊണ്ട് ഉപകരിക്കുന്ന നിന്റെ പാദദർശനം എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. അതാണ്. ഇതെങ്ങനെയുള്ളതാ? സദ്യോന്തർ ഹൃദയേ നിത്യം മുനിഭി സാത്വതൈഹി വൃതഃ. സത്വപ്രധാനികളായ പരിശുദ്ധന്മാരായ മുനിമാരാൽ ദിവസവും ഉള്ളിൽ വരിക്കപ്പെടുന്നതാണ് ഈ പാദം. ശുദ്ധന്മാരായ സത്വപ്രധാനികളായ മുനിമാരാൽ ദിവസവും ഉള്ളിൽ ഭാവന ചെയ്യപ്പെടുന്നതായ പാദം എന്നാൽ കാണപ്പെട്ടുവല്ലോ. ഞാൻ എത്ര ഭാഗ്യവാനാണ്, എത്ര ധന്യനാണ് എന്ന് ബ്രഹ്മാവ് പറയുകയാണ്. നോക്കൂ, ബ്രഹ്മാദ്യൈ സ്വാർത്ഥസിദ്ധ്യർത്ഥം അസ്മാഭി പൂർവസേവിതഃ അപരോക്ഷാനുഭൂത്യർത്ഥം ജ്ഞാനിഭിർ ഹൃദി ഭാവിതഃ. വീണ്ടും പാദത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്. ഭഗവത് പാദത്തെക്കുറിച്ച് തന്നെ വീണ്ടും പറയുന്നു. നോക്കൂ, ബ്രഹ്മാദ്യൈഹി
അസ്മാഭിഹി, ബ്രഹ്മാവ് തുടങ്ങിയ ഞങ്ങളാൽ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പറയണത്, സകല ദേവഗണങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് പറയണത്. അപ്പം അതിൽ ബ്രഹ്മാദ്യ എന്ന് പറഞ്ഞതൊരു അഹങ്കാരമല്ലേ? എന്താ അഭിപ്രായം? അല്ലല്ലോ. മനസ്സിലായില്ല? പ്രധാനിയായ എന്നെ ചേർത്തുള്ള സകല ദേവതകളും എന്നാണല്ലോ പറഞ്ഞതിനർത്ഥം. ബ്രഹ്മാദ്യൈഹി അസ്മാഭിഹി, ബ്രഹ്മാവ് തുടങ്ങിയ ഞങ്ങളാൽ. അതൊരു അഹങ്കാരമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? ബ്രഹ്മാദേവാനാം പ്രഥമ സംബഭൂവ, ദേവന്മാരിൽ പ്രഥമനായിട്ട് ബ്രഹ്മാവ് സംഭവിച്ചു. അത് വസ്തുതയാണ്. ഇപ്പം തൻ്റെ ഉത്തരവാദിത്വവും തൻ്റെ ബാധ്യതയും ഏറ്റെടുക്കുക അവിടെ ചെയ്യണത്. കാരണം ഒരു കഷ്ടപ്പാട് വരുമ്പോൾ പൊതുവെ ഞാനാണ് ഒന്നാമെന്ന് പറയാൻ അധികം ആൾക്കാരുണ്ടാവാറില്ല. ഉണ്ടോ? എന്താ അഭിപ്രായം? അല്ലാത്തപ്പോൾ ഞാനാ ഒന്നാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും, ഞാനാണ് ഒന്നാമൻ. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നാമൻ ബാക്കിൽ നിന്ന് ഒന്നാമനാവും, മുമ്പിൽ നിന്ന് ഒന്നാമനാവില്ല. മുമ്പിൽ നിന്നിട്ട് നയിക്കാനുണ്ടാവില്ല. അതാണ് ലോക സ്വഭാവം, അല്ലേ? അങ്ങനെയല്ലേ? എന്താ അഭിപ്രായം? അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ സുഖമായിട്ടുള്ളൊരു സാഹചര്യത്തിലല്ലല്ലോ. മറിച്ച് ഭൂഭാരം സഹിക്കവയ്യാതെ കഷ്ടപ്പെട്ട് കരഞ്ഞ് ദുഃഖിച്ച് ക്ലേശിച്ച് വന്ന ഭൂമിദേവി, ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന വലിയൊരു ചോദ്യചിഹ്നത്തെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ ദാ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സുഖമല്ലേ? അവിടെ പൊതുവെ നമ്മളെ നേതാക്കന്മാരെ കാണാറില്ല. എന്താ അഭിപ്രായം? ശരിയല്ലേ? പൊതുവെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ നേതാക്കന്മാരുണ്ടാവും, അത് കഴിഞ്ഞാൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവും. അങ്ങനെയാ പതിവ്. അതിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് നിലപാട്. അപ്പോൾ ഒരു പ്രശ്നം വന്ന് നയിക്കേണ്ടപ്പോൾ ദാ ഞാൻ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അഹങ്കാരവും ഇല്ല. കാരണം വെറുതെ ഒരു ചോദ്യമാണത്. തൻ്റെ പേര് ആദ്യം പറയണമെന്ന് വേണമല്ലോ. ദാ ഞങ്ങൾ വന്നിരിക്കുക റെപ്രസെൻറ്റേഷനുമായിട്ട് എന്ന്. അപ്പോൾ ബ്രഹ്മാദ്യൈഹി അസ്മാഭിഹി, ബ്രഹ്മാവ് തുടങ്ങിയ ഞങ്ങളാൽ സ്വാർത്ഥസിദ്ധ്യർത്ഥം. എന്തിനാ ഞങ്ങൾ വന്നിട്ടുള്ളത്? സ്വാർത്ഥസിദ്ധിക്ക, സ്വാർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ വേറൊരു മഹിമ ഉണ്ട് കിട്ടുമോ? മഹാപുരുഷന്മാരുടെ സ്വാർത്ഥം എപ്പോഴും പരാർത്ഥാവും. അത് വിദ്വാൻമാർ പറയാറുണ്ട്. സ്വാർത്ഥയേവ പരാർത്ഥയേഷാം തേ സദാമഗ്രണി. സജ്ജനങ്ങളിൽ ഏറ്റവും അഗ്രണ്യ ഏറ്റവും ശ്രേഷ്ഠന്മാരായവരാരാന്ന് ചോദിച്ചാൽ സ്വാർത്ഥം ഇല്ലാത്തവരല്ല. ആരുടെ സ്വാർത്ഥം പരാർത്ഥമാണോ അവരാണ് സജ്ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ. അപ്പം സ്വാർത്ഥം ഇല്ല എന്നല്ല, സ്വാർത്ഥം പരാർത്ഥാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ചിന്തിക്കുന്നത്. ചിന്തിക്കുക. അങ്ങനെയുള്ള സ്വാർത്ഥമാണ് ഇവിടെ ബ്രഹ്മാവ് പറയണത്, അല്ലേ? അല്ലാതെ ഇപ്പോൾ ബ്രഹ്മാവിനിപ്പോൾ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങളൊക്കെ പോയിക്കോളൂ, ഞാൻ സുരക്ഷിതനാണെന്നല്ലേ ബ്രഹ്മാവ് പറയേണ്ടത്. ബ്രഹ്മലോകത്തിലിപ്പോൾ വലിയ ഉപദ്രവമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വളരെ സുരക്ഷിതനാണ്. ആർക്കാ കഷ്ടപ്പാടുള്ളത് വെച്ചാൽ നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെയല്ലല്ലോ. ഞാനിതാ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുക എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് മുമ്പിൽ പോയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ സ്വാർത്ഥം പരാർത്ഥമാണ്, അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഏതായാലും സ്വാർത്ഥസിദ്ധ്യർത്ഥം ഞങ്ങൾ നിന്നെ പൂജിക്കുന്നു. ത്വം പൂർവസേവിത അസ്മാഭിഹി,
നീ മുമ്പേ സേവിക്കപ്പെട്ടവനാണ് ഞങ്ങളാൽ. എങ്ങനെയുള്ള ഞങ്ങളാൽ? സ്വാർത്ഥസിദ്ധ്യർത്ഥം, സ്വാർത്ഥസിദ്ധിക്കായിക്കൊണ്ട്. എന്നാൽ നീ തന്നെ ജ്ഞാനിഭിഹി ഹൃദി ഭാവിത, ജ്ഞാനികളാൽ ഹൃദയത്തിൽ ഭാവന ചെയ്യപ്പെട്ടവനാണ്. ജ്ഞാനികൾ വലിയ സ്തുതിക്കാനൊന്നും പോകുന്നില്ല, വല്ലതും തരണേ എന്ന് പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഹൃദി ഭാവിത, ഹൃദയത്തിൽ നീ ഭാവന ചെയ്യപ്പെടുന്നു സദാ. ജ്ഞാനികളാൽ സദാ ഹൃദയത്തിൽ ഭാവന ചെയ്യപ്പെടുന്നു. എങ്ങനെ? അപരോക്ഷാനുഭൂത്യർത്ഥം, അപരോക്ഷാനുഭൂതിക്കായിക്കൊണ്ട്. ഇത് വേദാന്ത ശാസ്ത്രത്തിലെ സവിശേഷതയാർന്ന ശബ്ദമാണ്. സാധാരണ ഒരു വിഷയം ഒന്നുകിൽ പ്രത്യക്ഷമാവും, അല്ലെങ്കിലോ അപ്രത്യക്ഷവും. ഈ അപ്രത്യക്ഷത്തിന് നമ്മൾ പറയുന്ന വാക്ക് പരോക്ഷം. പ്രത്യക്ഷമോ പരോക്ഷമോ ആവുക എന്നുള്ളതാണ് രണ്ട് പദങ്ങൾ നമ്മൾ ലൗകികമായിട്ട് ഉപയോഗിക്കാറ്. അപരോക്ഷത്തിന് അപ്രത്യക്ഷം എന്നും പറയാം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷം തന്നെ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നേരിട്ട് അറിയപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നതാണ് പ്രത്യക്ഷം. പ്രത്യക്ഷമല്ല വെച്ചാൽ എന്താ? പരോക്ഷമാണ്. അക്ഷത്തിന് പരമായിട്ടുള്ളത്, ഇന്ദ്രിയത്തിന് ഉപരിയുള്ളത്, അത് അപ്രത്യക്ഷമാണ്. എന്നാൽ വേദാന്ത ശാസ്ത്രത്തിൽ ആത്മബോധം ഒരിക്കലും പ്രത്യക്ഷമല്ല. എന്തുകൊണ്ട് പ്രത്യക്ഷമല്ല? ഇന്ദ്രിയ വിഷയമല്ലാത്തതുകൊണ്ട്. ജാതി, നാമ, രൂപ, ഗുണ, ക്രിയാ സംബന്ധങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം, ചിന്തിക്കാം, ഒക്കെ ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിലോ? അപ്പം പരമമായ സത്യം ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, അതുകൊണ്ട് പ്രത്യക്ഷമല്ല. എന്നാ പരോക്ഷമല്ലേ? ആത്മാ ആർക്കും പരോക്ഷമല്ല. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഞാൻ ഇല്ല എന്നുള്ള അഭിപ്രായമുണ്ടോ? ഞാൻ ഇല്ല. എന്നാൽ പോട്ടെ, ഞാൻ ഉണ്ടോ എന്നുള്ള സംശയമുണ്ടോ? അതുമില്ല. ഇപ്പം ഞാൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധമാണ്. അതുകൊണ്ടത് പരോക്ഷമല്ല, അപ്രത്യക്ഷമല്ല. എന്നാൽ പിന്നെ പ്രത്യക്ഷമാണോ? പ്രത്യക്ഷമല്ല. അവിടെയാണ് വേദാന്ത ശാസ്ത്രം അപരോക്ഷം എന്ന് വിശേഷമായ ശബ്ദം. ഈ ശബ്ദം വേദാന്ത ശാസ്ത്രത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപരോക്ഷം, പരോക്ഷമല്ലാത്തത്. പരോക്ഷമല്ലാത്തത് പ്രത്യക്ഷമല്ലേ? പ്രത്യക്ഷവും അല്ലാത്തത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാലധർമ്മം കണ്ട് ഇന്ന് പൊതുവേ ജനങ്ങൾ ഒരു അധ്യാത്മജ്ഞാനത്തിന് തൽപരരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ലോകം മുഴുവൻ നമുക്കിത് മനസ്സിലാക്കാം. പക്ഷേ അടിസ്ഥാനമായ പഠനങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. അടിസ്ഥാനമായ പഠനമൊന്നും ചെയ്തിട്ടില്ല. അതേ സമയത്ത് ഒരു ആത്മജ്ഞാനം വേണം എന്നുള്ള ഒരഭിപ്രായക്കാരായിട്ട് വരണമുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ തെറ്റിദ്ധരിപ്പിക്കാനും ചൂഷണം ചെയ്യാനും ഒക്കെ സാധിക്കും. അതൊക്കെ ധാരാളം ഇന്നത്തെ ലോകത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആത്മാവിനെ കാണിച്ചു കൊടുക്കുക, ആത്മാവിനെ കാണുക, ഇതൊക്കെ പതിവുണ്ട്. എത്രയോ അതിൻ്റെയൊക്കെ പിന്നാലെ ആൾക്കാർ പോകണമെന്നാ. ആത്മാവിനെ സ്പർശിപ്പിക്കുക, കാണിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ നീണ്ടു നിവർന്ന് 90 ഡിഗ്രിയിൽ ഇരിക്കണം,
അങ്ങനെ നട്ടെല്ല്, കഴുത്ത്, തല നേർരേഖയാവണം. എന്നിട്ട് അവർ പറയണതൊക്കെ കേൾക്കണം. അങ്ങനെയൊക്കെ പറയണതൊക്കെ കേട്ട് അവർ പറഞ്ഞതൊക്കെ ചെയ്ത് അപ്പോഴാണ് ചോദിക്കണത്, ഒരു ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ ശിരസിൽ, മൂർധാവിൽ. അപ്പം മൂർധാവിൽ കൈ വെച്ച് നോക്കാം, പരിശോധിക്കാം. അപ്പോൾ മുമ്പിൽ നോക്കുമ്പോൾ ഞാൻ രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടറായിരിക്കണത്. ഇപ്പുറത്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഇടാകൂടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പോകുന്ന അഡ്വക്കേറ്റായിരിക്കണേ. അപ്പുറത്ത് നോക്കുമ്പോൾ വിധി കൽപ്പിക്കേണ്ട ജഡ്ജിയായിരിക്കണേ. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ചില്ലാനം വാങ്ങാൻ പോണ മണി ലെൻഡറായിരിക്കണേ. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ സമൂഹത്തിലെ കുറേ കേമന്മാരാ മുമ്പിലൊക്കെ ഇരിക്കണേ. എങ്ങനെയാണ് ഞാൻ തണുപ്പില്ല എന്ന് പറയാം? തണുപ്പുണ്ട് കേട്ടോ, മുക്തനായി. ഒരാൾ സത്യം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, ഒരു തണുപ്പും ഇല്ലല്ലോ, നിനക്ക് ചിത്തശുദ്ധി ആയിട്ടില്ല, അതുകൊണ്ടാണ്. നിനക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് നിനക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ അടുത്ത പ്രാവശ്യം നേരെയാവും. അതൊക്കെ തമാശ പറയാമെന്ന് വിചാരിക്കരുത്. കാര്യം പറയാതെ നമുക്ക് നേരമില്ല, പിന്നെയല്ലേ തമാശ പറയണത്. എന്തൊക്കെയാണ് നടക്കണ ഭഗവാനെ ഇന്നത്തെ ലോകത്തിൽ? ആത്മാവിനെ കാണിച്ചു കൊടുക്കുക. ചില ആൾക്കാരെ പിടിച്ചു നോക്കി ആത്മാവിനെ കാണും. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ ചില്ലാനം വേണം കേട്ടോ, ദക്ഷിണ വേണം. ദക്ഷിണ ഇല്ലാത്ത പരിപാടിയില്ല, ഒരു പരിപാടിയും ദക്ഷിണ ഇല്ലാത്തതില്ല. നല്ല എന്താ പറയേണ്ടത്, ഈത്തപ്പഴത്തിൽ ഈച്ച പോലെ എല്ലായിടത്തും ആളും ഉണ്ടാവും. അതാണ് ഈ കാലത്തിൻ്റെ ഒരു വിശേഷം. അതുകൊണ്ട് നമ്മളെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഇത് പ്രത്യക്ഷമല്ല. ഒരിക്കലും സത്യം പ്രത്യക്ഷമല്ല. മറ്റതൊക്കെ പ്രത്യക്ഷമാണെന്നാണ് ഈ വാദങ്ങളൊക്കെ പറയണത്. പക്ഷെ പൊതുവെ ജനങ്ങൾ ഇങ്ങനെയുള്ളതിലാ കൂടുതൽ പെടുക. എന്താ അഭിപ്രായം? നമ്മൾ ഓർമ്മിക്കുന്നത് കുറേ കൊല്ലം മുമ്പുള്ളൊരു സംഭവമാണ്. കുറേ കൊല്ലമായി കുളത്തൂർ ആദ്യമായിട്ട് നമ്മൾ വന്നതിന് ശേഷം, അതിന് മുമ്പത്തെ കഥയൊന്നും അറിയില്ല, ആധ്യാത്മിക അന്തര്യോഗം നടത്തിയത് 91. 1991. അപ്പോൾ ഏറ്റവും വിദ്വത് വരിഷ്ഠന്മാരായ മഹാപുരുഷന്മാർ, അതുപോലെ പ്രസിദ്ധന്മാരും പ്രപൂജ്യരുമായ മഹാപുരുഷന്മാരാണ് അതിൽ സംസാരിക്കാൻ വരുന്നത്. മൃഡാനന്ദ സ്വാമികൾ, സിദ്ധിനാഥാനന്ദ സ്വാമികൾ തുടങ്ങിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അതിൽ പരിപാടി ആദ്യത്തെ അന്തര്യോഗമാണ്. അതുകൊണ്ട് ആളൊക്കെ കുറച്ച് കുറവാണ്. എന്നാലും ഒരു 100 പേരുണ്ട്. 100 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഏത് മഹാത്മാവാണ് എന്ന് ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. പക്ഷേ സദസ്സിൽ ആരുമില്ല, ആകെ 2-3 പേരുണ്ട്. എന്നാൽ രജിസ്റ്റർ ചെയ്തതോ 100 പേരുണ്ട്. ഇവരൊക്കെ എവിടെ പോയി ഭഗവാനെ? കാരണം വേറെ എല്ലാ വ്യവഹാരവും ഒഴിവാക്കിയിട്ടാണല്ലോ അപ്പം അതിന് വരുന്നത്. അപ്പം താല്പര്യമുള്ളവർ മാത്രമല്ലേ വരുള്ളൂ, ഇല്ലാത്തവർ വരുമോ? വരില്ല. അപ്പോൾ ഒരു വൈകുന്നേരം ഒരു പ്രസംഗമുണ്ട്, ഒരു 2 മണിക്കൂറാണെന്ന് പറഞ്ഞാൽ ശരി, ഒന്ന് പോയി കളയാം, താല്പര്യം ഇല്ലെങ്കിലും പോവാം. ഇവിടെ വന്നവരങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും അങ്ങനെ പോവാം എന്നാ പറഞ്ഞേ. ഇല്ലേ, പോയിക്കൂടാ? ഒരു നേരം പോക്ക്, വൈകുന്നേരം ഒരു നടത്തുമായി, ഒരു പോയി ഇരിക്കലുമായി, കൂട്ടുകാരെയൊക്കെ കാണലുമായി, ഒക്കെ സന്തോഷമായി, പിരിയാം. ചിദാനന്ദസ്വാമിനെ ഒന്ന് കാണാം, ഒക്കെ സന്തോഷമായി എന്ന് വിചാരിച്ച് വരാം. നേരെ മറിച്ച് രാവിലെ മുതൽ രാത്രി വരെ ദിവസങ്ങൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പിന് പങ്കെടുക്കുക പറഞ്ഞാൽ അത് താല്പര്യമുള്ളവർ മാത്രമേ വരുള്ളൂ, അല്ലാത്തവർ പോവില്ല, ഉറപ്പാ. അപ്പം അങ്ങനെയുള്ളവരായിട്ടും എന്തേ ആൾക്കാരെ കാണാത്തോ? പരിഭ്രമമായി നമുക്ക്, സത്യം പറയണമല്ലോ. കാരണം ഈ മഹാത്മാക്കളെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്നാണേ. സിദ്ധിനാഥാനന്ദ സ്വാമികളാണെന്നാണ് ഓർമ്മ. അപ്പോൾ സ്വാമിജി സംസാരിക്കാൻ തയ്യാറായി ഇരിക്കുക സ്റ്റേജിൽ, മുമ്പിൽ മുഴുവൻ ഒഴിഞ്ഞ കസേര, ആകെ 2-3 ആൾക്കാരുണ്ട്.
എന്താ ചെയ്യുക? ആകെ വിഷമായി. നോക്കിയപ്പോൾ കുറേ ദൂരമുണ്ട് ആൾക്കാർ കൂടി നിൽക്കണത്, കുറേ ദൂരം. ഇതെന്താ, നമ്മൾ ഓടി അങ്ങോട്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരാളെ ചുറ്റും പൊതിഞ്ഞു കൂടിയിരിക്കുക എല്ലാവരും. ഇയാൾ ആത്മാവിനെ കാണിച്ചു കൊടുക്കുന്ന ആളാ. അതെ, കഥയാന്ന് വിചാരിക്കല്ലോ, ഇത് സത്യമാണ്. ഇയാൾ ആത്മാവിനെ കാണിച്ചു കൊടുക്കുന്ന ആളാ. അപ്പം ഇയാളുടെ കൈ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആത്മാവിനെ കാണും. നോക്കണേ, തലേ ദിവസം അവിടെ മൃഡാനന്ദ സ്വാമിയൊക്കെ സംസാരിച്ചതാ. ഇത്രയും വേദാന്തപരമായിട്ട് ഉന്നതമായ ആശയങ്ങളെ പറഞ്ഞ് കേട്ടവരാണ് ഇതിൻ്റെ പിന്നാലെ പോണത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ഒക്കെ കുറേ കേമന്മാരാണേ, സമൂഹത്തിൽ കുറച്ച് കേമന്മാരായിട്ടുള്ളവരവരൊക്കെ. അപ്പോൾ അന്നത്തെ ചിദാനന്ദപുരസ്വാമി പറഞ്ഞാൽ 90 നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ ഇവിടെ. അത് 91. അപ്പോൾ എനിക്കങ്ങോട്ട് പറയാനും ഒരു മടിയുണ്ട്. ഇനി പറഞ്ഞാൽ കേൾക്കുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യുക ഒരു ഉപായം? അപ്പം നല്ലൊരു ഉപായം ഓർമ്മ വന്നു. അവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിട്ടുള്ള ഒരാളുണ്ട്, PK കൃഷ്ണൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. ഉടനെ അദ്ദേഹത്തിന് വടിയുണ്ട്. വടിയെടുത്ത് 2 വീശലൊക്കെ വീശി ചെന്നു. നല്ല ഭാഷയിൽ എല്ലാം പോയിരിക്കും. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള കിട്ടേണ്ടി വരും, അഥവാ കേൾക്കേണ്ടി വരും. എല്ലാവരെയും പിടിച്ചിരുത്തി അദ്ദേഹം. അവിടെ സ്വാമി പ്രസംഗിക്കാതിരിക്കുക. നിങ്ങളൊക്കെ പെടുക, അവസാനം ആത്മാവിനെ കാണിക്കാൻ വന്ന ആൾ മാത്രമായി. അയാൾ മാത്രമേ ഉള്ളൂ. അയാളോട് പറഞ്ഞു, നീയായിട്ട് ഇവിടെ കടന്നാൽ അടിച്ച് കാല് പൊട്ടിക്കും. എന്താ ചെയ്യുക? അദ്ദേഹത്തിന് പറയാനുള്ള അവസ്ഥ ഉണ്ട്. കാരണം അദ്ദേഹം വയോവൃദ്ധനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇനി ആത്മാവിനെ കാണിക്കാൻ ഇവിടെ വന്നാൽ സംഗതി പെശകാണ്. അതുകൊണ്ട് വേഗം ഓടിക്കോ. ഇത് നമ്മൾ അനുഭവിച്ചൊരു വിഷയമാണ്. ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വന്നു. ഒന്നും പറഞ്ഞില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ശ്രവണം ചെയ്തവർ പോലും ഇങ്ങനെയുള്ള ചമൽക്കാരങ്ങൾ കേൾക്കുമ്പോൾ നേരിട്ട് ആത്മാവിനെ കാണാമെന്ന് പറഞ്ഞാൽ കേമല്ലേ? സ്വാമി, ഞാൻ ധ്യാനിക്കാൻ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് വെളിച്ചമാണ് കാണുന്നത്. എവിടെയാ? അങ്ങനെ വ്യാപിച്ച് കാണും. നന്നായി, ഭാഗ്യവാൻ. അപ്പം മറ്റേ ആൾ, എനിക്ക് നീലയാണ് കാണുന്നത്, കുറച്ചും കൂടി ഇനിയും പോകാനുണ്ട്. എന്ത്, നീല മാറിയിട്ട് ഓറഞ്ച് ആവണമെങ്കിൽ കുറച്ചും കൂടി പോകാനുണ്ട്. എന്തൊക്കെയാണ്? എന്നാൽ ഞാൻ പോയി വരട്ടെ. അല്ല, ഫീസ് വെച്ചിട്ട് പോയിക്കോളൂ. ഇതെന്തിനാ അതൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ, ഒരു ശാസ്ത്ര സമ്പ്രദായമുണ്ട്. നമുക്ക് മുമ്പിൽ ഋഷീശ്വരന്മാർ തന്നിട്ടുള്ള രാജപാതയുണ്ട്. ആ രാജപാതയിൽ അലങ്കാരങ്ങളൊന്നും ഏറെ ഉണ്ടാവില്ല. പക്ഷേ തെറ്റില്ല. എന്നാൽ പല 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 കൈവഴികൾ, വളരെ ആകർഷണീയങ്ങളായ പല പല പ്രലോഭനങ്ങൾ നിറഞ്ഞതായിട്ട് ചുറ്റുപാടുണ്ടാവും. വീണ് പോവാൻ വളരെ എളുപ്പമാണ്. വീണത് തന്നെയാണ്. പിന്നെ വീണു പറയാൻ പറ്റുമോ? ഇല്ല. വീണു എന്ന് പറയുന്ന ബുദ്ധിയല്ലല്ലോ. പിന്നെ ബുദ്ധി എന്താണ്? ബുദ്ധി എന്താ? വീഴ്ത്തണതാ. ഞാനോ വീണു, നീയും കൂടി വീഴണമെന്ന് മറ്റുള്ളവരെ വീഴ്ത്തണതാ ബുദ്ധി. അതാണ് വിവേകാനന്ദ സ്വാമികൾ കഥ പറഞ്ഞ് ഉപസംഹരിക്കും. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും മൂക്കില്ലാത്തവരായി. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും മൂക്കില്ലാത്തവരായി ചുരുങ്ങിയ ദിവസം കൊണ്ട്. മഹാത്മാവ് വന്ന് അരയാൽ തറയിൽ ഇരിക്കുകയാണ്, പത്മാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ. അപ്പോൾ വന്നു കൂടി, ഭഗവാനെ, അവിടുത്തെ ആഗമനം കൊണ്ട് ഗ്രാമം പരിശുദ്ധമായിരിക്കുന്നു. ഏതായാലും
അവിടുന്ന് എനിക്ക് മന്ത്രോപദേശം തരണം, ദീക്ഷ തരണം. കുറേ പ്രാവശ്യം ചോദിച്ചപ്പോൾ എന്നാൽ ശരി രാത്രി വന്നോളൂ, ശുദ്ധമായിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് രാത്രി വന്നോളൂ എന്നായി. അങ്ങനെ കുളിച്ച് ശുദ്ധമായി രാത്രി ചെന്നു. അടുത്തിരുന്നു. അയ്യോ, മൂക്ക് മുറിഞ്ഞു. ഇതെന്താ ഇത്? അപ്പോൾ മഹാത്മാവിന് മൂക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാത്മാവിന് മൂക്കില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. മൂക്ക് മുറിച്ചിരിക്കുക. നിമിഷ നേരം കൊണ്ട് അതിമൂർച്ചയുള്ള കത്തിയാണ്. ദീക്ഷ കൊടുത്തു കഴിഞ്ഞു. അയ്യോ, ആകെ രക്തം ചീറ്റുന്നു, വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പോഴാണ് ഗുരുനാഥൻ പറഞ്ഞത്, എന്തായാലും മുറിഞ്ഞിടോ, ഇനി നിനക്കത് തിരിച്ചു വയ്ക്കാൻ ഒരു വഴിയില്ല. ഇനി നിൻ്റെ ബുദ്ധി എന്താ വെച്ചാൽ അടുത്ത ആൾക്ക് ദീക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ബുദ്ധി. ചുരുങ്ങിയ കാലം കൊണ്ട് ഗ്രാമത്തിലെല്ലാവരും മൂക്കില്ലാത്തവരായി. ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവേകാനന്ദ സ്വാമികളൊക്കെ ഇത് ലോക സഭകളിൽ പറഞ്ഞത് 130 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് വലിയ പ്രസക്തമൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ കാലം ശരിക്കൊന്ന് സമൂഹത്തിൽ നോക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ പ്രസക്തം. അതുകൊണ്ട് ആവർത്തിച്ച് പറയുകയാണ്, ഋഷീശ്വരന്മാർ തന്ന രാജപാതയിൽ നിന്ന് മാറാതെ പോയാൽ നല്ലത് എന്ന് മാത്രം. ഇതൊക്കെ പറഞ്ഞത് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ അപരോക്ഷ ശബ്ദം കണ്ടതുകൊണ്ട് പറഞ്ഞതാ. അപരോക്ഷമായിരിക്കുന്ന അനുഭൂതിക്കായിക്കൊണ്ട് ജ്ഞാനികൾ ഹൃദയത്തിൽ ഭാവന ചെയ്യുന്നു നിന്നെ. ഞങ്ങളെപ്പോലുള്ളവരോ സ്വാർത്ഥസിദ്ധിക്കായിക്കൊണ്ട് നിന്നെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തവാംഘ്രി പൂജാം തവാംഘ്രി പൂജ നിർമ്മല്യ തുളസീമാലയാ വിഭോ സ്പർദ്ധത്തെ വക്ഷസി പദം ലബ്ധ്വാപി ശ്രീസപത്നിവത്. തവാംഘ്രി പൂജ നിർമാല്യ തുളസീമാലയാ ഹേ വിഭോ സ്പർദ്ധത്തെ ലക്ഷ്മീ ശ്രീ ലബ്ധ്വാ അപി പദം. കുത്ര, എവിടെ? വക്ഷസി. വക്ഷസി പദം ലബ്ധ്വാ അപി സ്പർദ്ധത്തെ ശ്രീഹി എന്നാണ്. ഏതുപോലെ? സപത്നിവത്, സപത്നിയെപ്പോലെ. താത്പര്യം, ഭഗവാനെ അവിടുത്തെ പൂജ ചെയ്ത്, അവിടുത്തെ പാദപൂജ ചെയ്ത് ആ പാദപൂജയുടെ നിർമാല്യമായിട്ടുള്ള തുളസിമാല ഇപ്പം മനസ്സിൽ കാണുക. നിർമാല്യം, അപ്പം നിർമാല്യമായിരിക്കുന്ന ഭഗവാനെ പൂജിച്ച് ആ പൂജയുടെ നിർമാല്യമായിരിക്കുന്ന തുളസിമാല ആരാണോ വക്ഷസ്സിൽ ധരിക്കുന്നത്, നെഞ്ചിൽ ധരിക്കുന്നത്, കഴുത്തിൽ ധരിക്കുന്നത്, അയാളെ അസൂയയോടുകൂടി ലക്ഷ്മി നോക്കുന്നു എന്നാ. ഏത് ലക്ഷ്മി? നിത്യം ഭഗവാന്റെ വക്ഷസ്സിൽ സ്ഥാനം ലഭിച്ചവളായിട്ട് കൂടി. ഏതുപോലെ? സപത്നിവത്, സപത്നിയെ പോലെ. സപത്നി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് 2 പത്നിമാരുണ്ടെങ്കിൽ അഥവാ 2-ലധികം പത്നിമാരുണ്ടെങ്കിൽ അതിൽ ഒരു പത്നി മറ്റൊരു പത്നിയെ എങ്ങനെയാണോ നോക്കുക അതാണ് ഈ സപത്നി ദൃഷ്ടി. ഇത് എല്ലായിടത്തും എങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെ അല്ലാട്ടോ. നമ്മളെന്നെ കണ്ടിട്ടുണ്ട്. കുളത്തൂരിൽ തന്നെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തിന് 2 പത്നിമാരാ. എന്തൊരു സ്നേഹത്തിലും എന്തൊരു ചർച്ചയിലും എന്നറിയാം രണ്ടാളും. അവൾക്ക് എന്താ വേണ്ടത് അവൾ കൊടുക്കും, അവൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അവൾ തയ്യാറാക്കും. എപ്പോഴും 3 പേര് ഒന്നിച്ചേ നടക്കുള്ളൂ. അല്ലാത്തൊരു കാഴ്ചയിരുന്നത്. എപ്പോഴും 3 പേര് ഒന്നിച്ചേ നടക്കുള്ളൂ. അദ്ദേഹം 2 പേരും.
എന്തൊരു സ്നേഹം രണ്ടുപേർക്കുന്നാണ്. അതെ, അത് പക്ഷേ വളരെ വളരെ ദുർലഭമാണ്. പൊതുവേ സപത്നി എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലേ? അതാണ് സപത്നിയുടെ ഒരു സ്വഭാവം. ഇതുപോലെ തന്നെയാവും സപതി ആയാലും കേട്ടോ. പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ സപത്നിയുടേതേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലേ? എന്താ അഭിപ്രായം? അപ്പോ ലക്ഷ്മി സപത്നിയെ പോലെ നോക്കുന്ന, ഈ സപത്നിയെ പോലെ നോക്കുക എന്നാണ് ഒരു കുശുമ്പോട് കൂടിയിട്ട്. അതാണ് കുശുമ്പാണ് അവിടെ നല്ലൊരു വാക്ക്, അല്ലാതെ അസൂയല്ല. കുശുമ്പ് എന്താന്ന് ചോദിച്ചാൽ ഇത് തന്നെ കുശുമ്പ്. അപ്പോൾ ഈ ഭഗവാനെ അവിടുത്തെ പൂജ ചെയ്ത് നിർമാല്യമായിരിക്കുന്ന തുളസിമാല ധരിച്ചിരിക്കുന്നവനെ അവിടുത്തെ വക്ഷസ്സിൽ സ്ഥാനമുള്ളവളായിട്ട് പോലും ലക്ഷ്മി ദേവി ഒരല്പം കുശുമ്പോട് കൂടി നോക്കും എന്ന് പറഞ്ഞാൽ ഭഗവത് പൂജയുടെ മഹിമയാ പറയുന്നത്. ഇല്ലേ? അതിനാണിപ്പോൾ അത് പറഞ്ഞത്. അത്രയും മഹത്വപൂർണമാണ് അവിടുത്തെ നിർമാല്യമെങ്കിൽ ഭഗവാന്റെ പൂജയുടെ മഹിമ എത്രയാ? നിർമാല്യത്തിന് ഇത്ര മഹിമ ഉണ്ടെങ്കിൽ അവിടുത്തെ മഹിമ എത്രയാ? നോക്കൂ, അതൊന്ന് ആ ശ്ലോകം ഒന്ന് ഓർമ്മിച്ചാൽ തിരക്കേടില്ല. തവാഘ്രി പൂജാ നിർമാല്യ തുളസീമാലയാ വിഭോ സ്പർദ്ധതേ വക്ഷസി പദം ലബ്ധ്വാപി ശ്രീ സപത്നിവത് അധസ്ത്വത്പാദഭക്തേഷു തവ ഭക്തിശ്രിയോധികാ ഭക്തിമേവാഭിവാഞ്ചന്തി ത്വദ്ഭക്താ സാരവേദിനഃ. അതഃ ത്വത്പാദഭക്തേഷു, നിന്റെ പാദഭക്തന്മാരിൽ, നിന്റെ പാദഭക്തന്മാരിൽ തവ ഭക്തി, നിന്റെ ഭക്തി ശ്രിയഃ അധികാ, ലക്ഷ്മിയിലുള്ളതിനേക്കാൾ അധികമാണ്. ലക്ഷ്മിയോടുള്ളതിനേക്കാൾ നിനക്ക് പ്രേമം കൂടുതൽ നിന്റെ പാദഭക്തന്മാരിലാണ്. എന്താ അഭിപ്രായം? അതുകൊണ്ടാണല്ലോ ലക്ഷ്മിക്ക് പോലും അസൂയ വരുന്നത്, കുശുമ്പ് വരുന്നത്. ഇപ്പം ലക്ഷ്മിയിലുള്ളതിനേക്കാൾ, ലക്ഷ്മിയോടുള്ളതിനേക്കാൾ നിനക്ക് ഭക്തി നിന്റെ ഭക്തന്മാരിലാണ്. ഭഗവാന്റെ ഭക്തിയുടെ മഹിമയാണ് പറയുന്നത്. അതുകൊണ്ട് ത്വദ്ഭക്താഹ, നിന്റെ ഭക്തന്മാർ, സാരവേദിനഃ, സാരത്തെ അറിയുന്നവർ, സാരഗ്രാഹികളായ നിന്റെ ഭക്തന്മാർ ഭക്തിമേവാഭിവാഞ്ചന്തി, ഭക്തിയെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ലക്ഷ്മിയെ അല്ല. അല്ലാതെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ അധികവും ലക്ഷ്മിയാണ് പ്രാർത്ഥിക്കുക. ഇല്ലേ? എനിക്ക് ലക്ഷ്മി കിട്ടണേ, എനിക്ക് ലക്ഷ്മി വന്നു ചേരണേ എന്നാണ് പ്രാർത്ഥിക്കുക. എന്നാൽ ശരിയായ ഭക്തന്മാർ ഭക്തിയെയാണ് പ്രാർത്ഥിക്കുക. കാരണം ഭക്തി ഉണ്ടെങ്കിൽ ലക്ഷ്മി ഇങ്ങോട്ട് സേവ ചെയ്യും. ഭഗവാൻ ലക്ഷ്മിയോടുള്ളതിനേക്കാൾ പ്രേമം ഭക്തനോടാണ്. അതുകൊണ്ട് ഭക്തൻ എപ്പോഴും ഭക്തിയെ പ്രാർത്ഥിക്കുന്നു. ഇത് ഭക്തചരിതങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാം. എന്താ വേണ്ടു എന്ന് വരം ചോദിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ ഭക്തി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറൊരു വരവും ചോദിക്കുന്നില്ല. എന്നാൽ അല്ലാത്തവർ കാര്യസാധ്യത്തിന് വേണ്ടി പലതും ചോദിക്കും. എനിക്കത് വേണം, ഇത് വേണം എന്ന് ചോദിക്കും. പക്ഷെ പരാഭക്തന്മാർ എപ്പോഴും ഭക്തി തന്നെയേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതാണ് സാരവേദിനഃ ഭക്തഃ, സാരവേദികളായ ഭക്തന്മാർ ഭക്തിയെ തന്നെ പ്രാർത്ഥിക്കുന്നു. വ്യക്തമാണല്ലോ.
ലക്ഷ്മിയല്ല എന്നർത്ഥം. ഇതി ബ്രുവൻ അതസ്ത്വത്പാദകമലേ ഭക്തിരേവ സദാസ്തു മേ സംസാരാമയതപ്താനാം ഭേഷജം ഭക്തിരേവ ഹി. അതുകൊണ്ട് ത്വത്പാദകമലേ, നിന്റെ പാദകമലത്തിൽ, ഭഗവാന്റെ പാദകമലത്തിൽ ഭക്തിരേവ സദാസ്തുമേ, എനിക്കെപ്പോഴും ഭക്തി ഉണ്ടാവണേ, എനിക്കെപ്പോഴും ഭക്തി ഉണ്ടാവണേ എന്ന് മാത്രമല്ല, സംസാരാമയതപ്താനാം, സംസാരത്തിൻ്റെ ആമയം അഥവാ സംസാരമാകുന്ന ആമയം. സംസാരം എന്താ? തമിഴിലുള്ള സംസാരമല്ല, തമിഴിൽ സംസാരം വേറെ അല്ലേ, മലയാളത്തിലുള്ള സംസാരവും അല്ല, രണ്ടുമല്ല സംസ്കൃതത്തിലെ സംസാരം. മലയാളത്തിലെ സംസാരമുണ്ട് ഇല്ലേ, ഇപ്പം നമ്മളൊക്കെ സംസാരിക്കുകയാണ് എന്ന് പറയാം. സൃ ഗതൗ എന്നുള്ള ധാതുവിൽ നിന്നാണ് സംസാര ശബ്ദം ഉണ്ടാവുന്നത്. സൃ കുട്ടിലായാം ഗതൗ എന്നുമുണ്ട്, കുട്ടിലഗതി, അങ്ങനെയും ധാതു കാണുന്നുണ്ട്. അപ്പം കുട്ടിലഗതിയോട് കൂടിയത്, ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്നുള്ള നിരന്തരമായ ഗതിയോടൊത്തതാണ് സംസാരം. ഈ സംസാരം തന്നെ ആമയം, രോഗം. ഈ സംസാരത്തിലെ നിരവധി രോഗങ്ങൾ സംസാരാമയങ്ങൾ. ഈ സംസാരാമയങ്ങളെ കൊണ്ട് തപ്തന്മാരായവർ, ദുഃഖിതന്മാരായവർ, അങ്ങനെയുള്ള രോഗികൾക്ക് ഭേഷജം, മരുന്ന്, ഭക്തിരേവ, ഭക്തി തന്നെയാണ് മരുന്ന്. അപ്പം ഏറ്റവും വലിയ രസായനം ഏതാണെന്ന് ചോദിച്ചാൽ ഭക്തി രസായനം എന്നാണ് പറയേണ്ടത്. ഭക്തി രസായനം. എല്ലാ സംസാര ക്ലേശങ്ങളെയും ഇല്ലാതാക്കുന്ന രസായനമാണത്. അതുകൊണ്ട് ആ ഭക്തി തന്നെ എനിക്ക് എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതി ബ്രുവന്തം ബ്രഹ്മാണം ബഭാഷേ ഭഗവാൻ ഹരിഃ കിം കരോമീതി തം വേദാഃ പ്രത്യുവാചാതിഹർഷിതഃ. ഇപ്രകാരം സ്തുതിച്ചവനായ ബ്രഹ്മാവിനോട് ഭഗവാൻ ഹരി ഞാൻ എന്തു വേണം എന്ന് ചോദിച്ചു. അതിഹർഷിതനായി ബ്രഹ്മാവ് മറുപടി പറഞ്ഞു. ഭഗവൻ രാവണോ നാമ പൗലസ്ത്യതനയോ മഹാൻ രാക്ഷസാനാമധിപതിർ മദ്ദത്തവരദർപ്പിതഃ ത്രിലോകീം ലോകപാലാംശ്ച ബാധതേ വിശ്വബാധകഃ മാനുഷേണ മൃതിസ്തസ്യ മയാ കല്യാണ കൽപ്പിതാ അതസ്ത്വം മാനുഷോ ഭൂത്വാ ജഹി ദേവരിപും പ്രഭോ. ചുരുക്കി പറയുകയാണ്, അല്ലയോ ഭഗവാനെ, പൗലസ്ത്യപുത്രനായ രാവണൻ, രാക്ഷസന്മാരുടെ അധിപതി, എന്നാൽ നൽകപ്പെട്ട വരം കൊണ്ട് ദർപ്പിതനായി സകല ലോകങ്ങളെയും ലോകപാലന്മാരെയും ഉപദ്രവിക്കുകയാണ്. അവന് മനുഷ്യരിൽ നിന്ന് മാത്രമേ മരണം സാധിക്കൂ. അതുകൊണ്ട് നീ മനുഷ്യനായി രൂപം ധരിച്ച് ദേവശത്രുവെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു സ്തുതിയുടെ പിന്തുടർച്ചയായിട്ട് പ്രാർത്ഥന ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ്. ആര് നമ്മളെ സ്തുതിച്ചാലും സന്തോഷിക്കാതിരിക്കുക. കാരണം ആര് സ്തുതിക്കുന്നുണ്ടോ അതിൻ്റെ പിന്നാലെ ഒരു പ്രാർത്ഥന വരുന്നുണ്ടാവും ഇല്ലേ? നമ്മളെ ആരെങ്കിലും നിന്ദിച്ചാൽ സന്തോഷിക്കുക, സ്തുതിച്ചാൽ സന്തോഷിക്കാതിരിക്കുക. പൊതുവേ നമ്മൾ തിരിച്ചാട്ടുമോ, ആരെങ്കിലും സ്തുതിച്ച് കേട്ടാൽ എന്തോ ഒരു സന്തോഷമാണ് നമുക്കൊക്കെ ഇല്ലേ? ആ സന്തോഷാനുഭവത്തിന് വേണ്ടി സ്തുതിപ്പിക്കുന്നവരുമുണ്ട്. ഈ രാജാക്കന്മാരൊക്കെ പണ്ട് കാലത്ത് ശമ്പളം കൊടുത്തിട്ട് ആളെ വയ്ക്കും, ബന്ദിഗണങ്ങളെ. അവരുടെ പണി, അവർ ശമ്പളം വാങ്ങണ എന്തിനാ? രാവിലെ തുടങ്ങും സ്തുതിക്കാൻ. അവരുടെ സ്തുതി കേട്ടിട്ടാണ് രാജാവ് ഉണരേണ്ടത്.
അതിനാ ശമ്പളം അവർക്ക്. എന്നാലോചിച്ചു. കാരണം സ്തുതി കേൾക്കാൻ പൊതുവെ മനുഷ്യന്മാർക്ക് ഇഷ്ടമാണ്. ഇത് എല്ലാവരും ഓർമ്മിക്കണേ. സ്തുതി വേണ്ട പറയണില്ല. നമ്മൾ സ്തുതിക്കേണ്ടവരോ സ്തുതിക്കണം. പ്രത്യേകിച്ച് വീടുകളിലൊക്കെ കുട്ടികളെ രാവിലെ ഉണർത്തുമ്പോൾ ഒരു സ്തുതിയോടുകൂടി ഉണർത്തിയാൽ നല്ലതാണ്. അവർക്ക് പ്രേരകമാകും വളരെ. അത് ശ്രദ്ധിക്കുക എല്ലാവരും. വളരെ ഗുണം ചെയ്യും. അപ്പം ഇവിടെ സ്തുതി ചെയ്തോ പിന്നാലെ പ്രാർത്ഥന വരുന്ന ഉറപ്പാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? അങ്ങനെയുള്ള രാവണനെ ഒന്ന് നീ ഇല്ലാതാക്കണേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആശയം സൂചിപ്പിക്കട്ടെ. ഇതിപ്പോൾ ആരാ പ്രാർത്ഥിക്കണത്? ബ്രഹ്മാവ് നേതൃത്വം കൊടുത്തിട്ടാ. എന്നിട്ട് അവിടെ ബ്രഹ്മാവ് തന്നെ പറയാണ്, എന്നാൽ നൽകപ്പെട്ട വരം കൊണ്ടാണ് രാവണൻ ഈ ഉപദ്രവമൊക്കെ ചെയ്യണത്. എന്ന് ആദ്യം വരം കൊടുക്കേണ്ട വെച്ചാൽ പറയായിരുന്നോ? എന്നാൽ ഈ ഉപദ്രവം ഉണ്ടോ? ഇത് ചരിത്രത്തിൽ ആവർത്തിക്കുന്ന ഒന്നാണ്. ലോകം മുഴുവൻ, ഭാരതത്തിൽ മാത്രമൊന്നുമല്ല. എവിടെയും ആവശ്യങ്ങളായി, പ്രാർത്ഥനകളായി ഒരു സമൂഹം മുന്നോട്ട് വരും. അങ്ങനെ പ്രാർത്ഥനകളായി മുന്നോട്ട് വരുമ്പോൾ അധികാരി വർഗം അവർക്ക് എല്ലാം വാരിക്കോരി കൊടുക്കും. അങ്ങനെ വാരിക്കോരി കൊടുത്ത് അവസാനം ഈ കൊടുത്തോന് നിവൃത്തി ഉണ്ടാവുമോ? ഇല്ല. അവൻ്റെ അടുത്തേക്കാണ് ആദ്യം വാള് വരിക. അവൻ്റെ അടുത്തേക്കാണ് ആദ്യം തോക്കും ബോംബും വരിക. അവൻ ഓടുകയാണ് രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. രക്ഷിക്കണേ പറഞ്ഞിട്ട്. ഇത് ചരിത്രത്തിൽ ആവർത്തിക്കുന്നതാണ്. ഇത് നമുക്ക് എത്ര പ്രാവശ്യം ഋഷിമാർ പറഞ്ഞു തന്നാലും നമുക്ക് മനസ്സിലാവില്ല. എന്താ അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം? അപ്പം ഇവിടെ വാരിക്കോരി കൊടുത്തവന് നിവൃത്തിയില്ല. ബ്രഹ്മാവ് ഓടി വന്നിരിക്കുക പ്രാർത്ഥിക്കാൻ. ഇത് ശ്രദ്ധിക്കണം. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, സ്വാമി അത് ഇന്ന് ചെയ്തു തരുമോ? എനിക്ക് വാക്ക് നിങ്ങൾ എന്താ ചോദിക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാം, അല്ലാണ്ട് വാക്ക് തരില്ല. ആദ്യം അത് ശ്രദ്ധിക്കുക. ഒരു കടലാസിൽ ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞാൽ ആര് തന്നെ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കരുത്. പത്നിയാണ് ആയിക്കോട്ടെ, പതി വേറെ, അത് സ്നേഹത്തിനൊന്നും കുറവില്ല. പക്ഷേ എന്താന്ന് എഴുതിയാൽ ഒപ്പിട്ട് തരാം, അല്ലാണ്ട് ഒപ്പിട്ടില്ല. ഒരു ബ്ലാങ്ക് ചെക്കൊന്ന് ഒപ്പിട്ട് തരണ സ്വാമി സാധ്യമല്ല. അത് ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമാണ്. ആ നയത്തിൽ ഞാനില്ല, വേണ്ട. സംഖ്യ എഴുതിക്കോളൂ. എന്നിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഒപ്പിട്ട് തരാം, ഇല്ലാത്താണെന്ന് വെച്ചാൽ ഒപ്പിട്ട് തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഖ്യ എഴുതണം, ആവശ്യം എഴുതണം എന്നതാണ്, അല്ലാതെ ഒപ്പിട്ട് കൊടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കണേ. ദശരഥന് പറ്റിയത് നമുക്കാർക്കും പറ്റിപ്പോരുതേ. ഈ സ്വാമി ഒരു സ്നേഹമില്ലാത്ത മനുഷ്യനാണ്, കണ്ണു ചോരല്ലാത്ത വർത്താനാ പറഞ്ഞത്. എന്ത് കുറ്റം പറഞ്ഞാലും പറഞ്ഞോളൂ, വിരോധമില്ല. പക്ഷേ ദശരഥന് പറ്റിയത് നമുക്ക് ആർക്കും പറ്റരുത്. അതുകൊണ്ട് ഒരാൾ വരം ചോദിക്കണത് എന്താ ചോദിക്കണതെന്ന് മനസ്സിലാക്കാതെ തരാം എന്ന് പറയരുത്. 2, അർഹതയുള്ളതേ കൊടുത്തുകൂടൂ. അർഹിക്കുന്നത് കൊടുത്തുകൂടാ, അർഹിക്കുന്നതേ കൊടുത്തുകൂടൂ. ഈ പാഠം പലപ്പോഴും മറന്നുപോയി ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് ചരിത്രത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതാണ്. ഇവിടെ നമ്മൾ ബ്രഹ്മാവിൻ്റെ സ്തുതി പഠിച്ചില്ല, പഠിക്കാൻ ഇങ്ങനെയൊന്നും അല്ല, എങ്കിലും സാമാന്യം ശ്രദ്ധിച്ചുല്ലോ. അത് എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ എന്തൊരു ഹൃദ്യ
പദാവലികളെ കൊണ്ട് അത് അലങ്കൃതമാകുന്നു എന്നുള്ളത് അത്യത്ഭുതമാണ്. ഇതേ സ്തുതി, ഇപ്പോൾ പറഞ്ഞ സ്തുതിയാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ, മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാതൊരു പദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗത്പദേ. ഒരു ആശയം മുഴുവൻ അതിലുള്ള നമ്മൾ അതിനാണ് ആദ്യം അത് പഠിക്കുന്നത്. ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, മലയാളമാണ്. ചിന്തിക്കുക. അപ്പം എഴുത്തച്ഛൻ്റെ സ്വതന്ത്രമായ അനുവാദം. പിന്നെ ഈ സ്തുതിഭാഗങ്ങളിലും ഉപദേശഭാഗങ്ങളിലും, വിശേഷിച്ച് സ്തുതിഭാഗങ്ങളിൽ എഴുത്തച്ഛൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പരാഭക്തിയുടെ അനിർഗളമായിരിക്കുന്ന ഒരു പ്രവാഹം പദാവലികളുടെ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആശയത്തിൽ ഒരു ഭേദവും ഇല്ല. പക്ഷേ പദാവലികളുടെ ഭക്തിഭാവത്തിൻ്റെ, ഇപ്പോൾ വ്യാസന ഭക്തിയില്ല എന്നല്ല പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. അതിൻ്റെ വിശേഷം നമുക്ക് എഴുത്തച്ഛൻ്റെ ഈ ഒരു അനുവാദത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. സത്യജ്ഞാനാനന്ദാമൃതം അദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. ചെറിയൊരു മാറ്റം വരുത്തി അവിടെ ദുഷ്ടജനങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്. ഇവിടെ ദുഷ്ടജനങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഒരാൾക്കും സാധ്യമല്ല എന്നാക്കി. അത് കുറച്ചൊരു ഒരു ഒരു വിഷമായിട്ടുണ്ട് ഇല്ലേ? മനസ്സിലായില്ല? എഴുത്തച്ഛനെ കുറ്റം പറയാനാണോ സ്വാമി ഇരിക്കുന്നത്? കുറ്റം പറയല്ല. മൂലത്തിൽ ദാന അധ്യയന യജ്ഞങ്ങളെ കൊണ്ട് ദുഷ്ടജനങ്ങൾക്ക് സാധിക്കില്ല എന്നാ പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തായി? സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ ഒരു മാറ്റമില്ല. സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും എന്നാക്കി. അപ്പോൾ മൂലത്തുനിന്ന് കുറേ മാറിയത്. അവിടെ ദുഷ്ടജനങ്ങൾക്ക് സാധ്യമല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ശിഷ്ടജനങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടില്ല. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവത്പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപദംബുജദ്വന്ദ്വമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. വള്ളി പുള്ളി മാറ്റമില്ല. അനുവാദം ചെയ്തു എന്നുള്ള ആശയം അത് തന്നെ. ആശയത്തിലൊരു മാറ്റമില്ല. സംസാരാമയ പരിതപ്തൻ മാനസന്മാരാം പുംസാം ത്വദ്ഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും. അതും ഒരു മാറ്റവും ഇല്ല. അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തവ തരുണാരുണസമ ചരണ സരസിജ സ്മരണയുണ്ടാകാനായി തരിക വരം നാഥ കരുണാകര പോറ്റി. ശരണം ദേവ രമാരമണധരാപദേ. പൂർണ്ണമായി എഴുത്തച്ഛൻ്റെ കൃതിയാണ്. ഇങ്ങനൊരാശയം മൂലത്തിൽ ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ മൂലത്തിൽ ഇല്ലാത്തതാണ്. പക്ഷെ അതുകൊണ്ട് മഹിമ കൂടുക ചെയ്തത്, മഹത്വം കൂടുക ചെയ്തത്. പക്ഷെ മനസ്സിലാക്കുക, നമ്മളിങ്ങനെ തുലനം ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് മൂലത്തിലുള്ളതും അനുവാദത്തിൽ ഏറിയതും കുറഞ്ഞതും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അപ്പം ഇത് തീർത്തും എഴുത്തച്ഛൻ്റെ രചനയാണ്. ശരണം ദേവ രമാരമണധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മഖ്യ ജയ. പരചിന്മയ പരാപരപത്മാക്ഷ ജയ. വരദ നാരായണ വൈകുണ്ഠ ജയ ജയ.
മുഴുവൻ നമ്മൾ അനേക പദാവലികൾ ആ പരാഭക്തിയുടെ ഭാവത്തെ പ്രകടിപ്പിച്ചും കൊണ്ട് ഇങ്ങനെ ഒഴുകണതാണ് നമ്മൾ കാണുന്നത്. മൂലത്തിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പം അവിടെ അതിൻ്റെ സൗന്ദര്യവും മഹിമയും വർദ്ധിക്കുക ചെയ്തത്. എന്നാൽ നേരത്തെ പറഞ്ഞ വാക്യത്തിൽ കുറച്ചൊരു ദോഷ സംഭവിച്ചേ. കാരണം ആർക്കും തന്നെ ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടും മുക്തി സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. മൂലത്തിൽ ദുഷ്ടന്മാർക്ക് എന്നാണ് പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക. ഏതായാലും ബാക്കി ഇപ്പോൾ വായിക്കണില്ല. ഇപ്പം രണ്ടിൽ സ്തുതിയും നമ്മൾ ശ്രദ്ധിച്ചു. ഇതാണ് അധ്യാത്മരാമായണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്തുതി. ഇതെന്തിനാ ഇങ്ങനെ തുലനം ചെയ്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്ന് ഈ സ്തുതികളുടെ മഹിമ, രണ്ട് അധ്യാത്മരാമായണത്തിലെ സ്തുതികളുടെ മഹിമ. അത് പഠിക്കുമ്പോൾ നമ്മളിലും ശരിയായ ശുദ്ധമായ ഭക്തിഭാവം ഉണ്ടാവണം, തത്വവിചാരം ഉറയ്ക്കണം. അതിനാണ് ഈ ഒരു വിഷയം എന്ന് മനസ്സിലാക്കുക. തൽക്കാലം ഉപസംഹരിക്കുന്നു. നാളെ കൃത്യസമയത്തിന് തുടരാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.